സുഹൃത്തുക്കളെ, നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. പക്ഷേ ഇതിങ്ങനെ കാണിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അങ്ങനെയുള്ള നമ്മുടെ ശത്രു രാജ്യം എന്ന് പറയുന്ന പാകിസ്ഥാനിലോ ഒന്നുമല്ല ഇത് നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മുടെ ഇന്ത്യയിലാണ് ഒരു സ്ത്രീയെ ആ കുഴിച്ചിട്ട് ജീവനോടെ കിഴിച്ചിടുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. Rava MP men illegally tried to bury woman alive during a land dispute. അഡ്മിനിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട്, ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടിന്റെ ഭാഗമായിട്ട്, ഒരു ഭൂമി പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു BJP കാരനായിട്ടുള്ള ഒരു MP തന്നെ, BJP കാരനുള്ള ഒരു ചെങ്ങായി തന്നെയാണ് ഒരു സ്ത്രീയെ ജീവനോടെ കുഴിച്ചിടാനുള്ള ശ്രമം നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കി. പകുതി മുക്കാൽ ഭാഗവും അവരെ കുഴിച്ചിട്ടിരിക്കുന്നു, ഒരു മടിയും കൂടാതെ. അവിടെ തടുക്കുവാൻ നാറികളായിട്ടുള്ള ഒരു നാട്ടുകാരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരാളുമില്ല. നമ്മുടെ ഉത്തരേന്ത്യ ഇവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ട്, നശിച്ച കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് UP-യിലൊക്കെ പോയി ജീവിക്കണം എന്നൊക്കെ പറയുന്ന ഈ കുറെ ചാണക മോന്തുകളൊക്കെ ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞായിരിക്കും. ഇവന്മാരൊക്കെ നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കളയുന്ന ആളുകളൊക്കെ വളരെയധികം ഗംഭീരമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി തന്നു. ഒരു വീഡിയോ കാണിച്ചു തരാം. അത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഈ നടക്കുന്നത് BJP-യുടെ കൊടികളും മറ്റുമായിട്ട് കുറച്ച് പ്രവർത്തകർ എങ്ങോട്ട് പോകുന്നു. പോകുന്ന വഴിക്ക് തിരുവനന്തപുരത്തെ ഒരു ബോർഡ്, ഏതോ പാർട്ടിക്കാരെ ഒരു ബോർഡ് കണ്ടപ്പോൾ അത് ഭീകരമായി വലിച്ചിട്ട് താഴ്ത്തിട്ട് പൊട്ടിക്കുന്ന മറ്റുമാണ്. അവിടെ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ആ പെൺകുട്ടി കാത് അടച്ചു പിടിച്ചിട്ടുണ്ട്. കാത് അടച്ചു പിടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി നാറുത്തരവും തെറിയുമാണ് അവരാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് UP-യിലല്ല, ഇത് തിരുവനന്തപുരത്താണ്. എന്റെ ചോദ്യം ഇത്ര മാത്രമാണ്, ഇങ്ങനെ തിരുവനന്തപുരം ഒരു UP മോഡലിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇനി ബീഫ് കിട്ടുമോ എന്ന് മാത്രമാണ് എൻ്റെ ന്യായമായിട്ടുള്ള ചോദ്യം. തിരുവനന്തപുരത്ത് നമുക്ക് ബീഫ് തിന്നാൻ പറ്റുമോ? തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലം UP മോഡലിലേക്ക് മാറ്റുമെന്നാണ് പറയുന്നത്. UP മോഡലിന്റെ അവസ്ഥകളൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. അതും ഒരു UP മോഡലാണ്. നോക്കൂ, ഈ കാണുന്നത് ഒരു പാവം മനുഷ്യൻ, ഒരു ദളിത് യുവാവ് UP-യിൽ നിലത്തിരുന്നിട്ട് ചാണകം തിന്നുന്നതാണ്, നിലത്തിരുന്ന് ചാണകം കഴിക്കുന്നതാണ്. ദളിത് യുവാവിന്റെ ചാണകം തീറ്റിച്ച് ബജ്രംഗ് ദൾ സംഘം എന്ന് കൃത്യമായിട്ടും തേജസ് ന്യൂസ് എന്ന് പറയുന്ന ഇതിൽ വന്നിട്ടുള്ള വാർത്തയാണ്. ദളിത് യുവാവിനെ കൊണ്ട് ചാണകം തീറ്റിച്ചിരിക്കുന്നു. ഇതാണ് കാണുന്ന കാഴ്ച. നോക്കൂ, ഇവന്മാരൊക്കെ അധികാരത്തിൽ കയറി വന്നാൽ എല്ലാവരും വിചാരിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നമില്ലെന്ന്. ഹിന്ദുക്കളില് ഒരുപക്ഷെ ഈ ഇത്തരം തീവ്രവാദ ഹിന്ദു ശക്തികളൊക്കെ കരുതുന്നത് പോലെ നമ്മുടെ താഴ്ന്ന ജാതിക്കാർ ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടിട്ടേ ഇല്ല. അവർ ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇല്ലെന്ന്. അപ്പൊ പിന്നെ ഇവർക്ക് എന്ത് വേണമെങ്കിലും ആവുമല്ലോ അല്ലെ. ഇനി അടുത്തൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ ശരിയാവില്ല. ഇതാണ് ഇനി നിങ്ങളെല്ലാവരും കൂടി പറയുന്ന UP-യിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റി. UP-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് കാൺപൂർ. ഹാസ് ബീൻ പാർട്ട് ഓഫ് എ സ്മാർട്ട് സിറ്റീസ് മിഷൻ. ഗ്രൗണ്ട് ലെവൽ സീൻസ് റൈസ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ കാൺപൂരിലെ ഏറ്റവും സ്മാർട്ട് സിറ്റി ആയിട്ട് മാറാൻ പോകുന്ന സ്ഥലം, എനിക്ക് മാറി എന്നൊക്കെ പറയുന്ന സ്ഥലമാണിത്. വേസ്റ്റ്, പക്ക വേസ്റ്റ്. ഇതിന് നമ്മുടെ തിരുവനന്തപുരത്ത് സംഭവിച്ചു നമുക്കറിയാം. ഇവർ അധികാരത്തിൽ കയറിയ ശേഷം വഴിയടിയിലൊക്കെ വേസ്റ്റുകൾ കെട്ടിക്കിടക്കുന്നത്, പൈപ്പുകൾ പൊട്ടിയിട്ട് വെള്ളം ഒഴുകി പോകുന്നത് മുഴുവൻ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്രകാലം ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ ഇപ്പം മെല്ലെ മെല്ലെ തിരിച്ചറിയുന്നുണ്ട്. തിരുവനന്തപുരത്തുകാരൊക്കെ മെല്ലെ മെല്ലെ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ സിസ്റ്റം വളരെ ഭംഗിയായിട്ട് പോയിരുന്നു. ഇവർക്ക് സിസ്റ്റം ഭംഗിയായിട്ട് പോകുകയൊന്നും വേണ്ട. ഇവർക്ക് അടുത്ത ഇലക്ഷനിലേക്ക് എങ്ങനെ ശബരിമലയെ ഒരു പ്രശ്നമാക്കി കൊണ്ടുവരാം. വീണ്ടും ശബരിമല നമ്മുടെ ഇലക്ഷൻ അടുക്കുന്നത്, നിയമസഭ ഇലക്ഷൻ അടുക്കുമ്പോഴേക്കിന് എങ്ങനെ ശബരിമല ഒരു പ്രശ്നം ഉണ്ടാക്കാം. ഉത്തരേന്ത്യയില് രാമക്ഷേത്രം ഒരു പ്രശ്നമാക്കിയിട്ട് വോട്ട് നേടിയത് പോലെ ശബരിമല ഒരു പ്രശ്നമാക്കി മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെ വോട്ട് നേടാമെന്ന് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇവരെ മുമ്പിലില്ല എന്ന് ഈ ജനങ്ങൾ എപ്പോഴെങ്കിലൊക്കെ മനസ്സിലാക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് അലമ്പല്ല അറിയാം. ഇനി ഒരു റിയാലിറ്റി
ऐसे अधिकारी ये क्या कर रहे हैं? इनको जेल नहीं, इन्हें फांसी चढ़ाना चाहिए। മനസ്സിലേ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ റീലുകളിൽ നമ്മുടെ പ്രധാനമന്ത്രി പശുക്കളെ സ്നേഹിക്കുന്നു, അതിന് ഉടുപ്പിട്ട് കൊടുക്കുന്നു, പുല്ല് കൊടുക്കുന്നു. പക്ഷേ ഫിറോസാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്തർപ്രദേശില് കാണുന്ന ദൃശ്യങ്ങളൊക്കെ ഹൈലി പാത്തറ്റിക് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് പശുക്കള് ഇവര് വളരെയധികം സ്നേഹിക്കുന്ന ആ പശുവിന് വേണ്ടിയിട്ട് പശുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇത്തരം ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പശുക്കളാണ് ആ ചത്ത് കെടുക്കുന്നത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്ന് പറയുന്ന സ്ഥലത്തൊരു ദൃശ്യമാണ്. പശുക്കളെ സംരക്ഷിക്കാൻ കൊണ്ടുപോയി ഇട്ടിട്ടെ അതിന് നേരം പോലെ ഭക്ഷണം വെള്ളം കൊടുക്കാതെ പട്ടിണി കിടന്ന് ചത്തുപോവാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചെന്ന് വിചാരിക്കൂ. കേരളത്തിൽ എവിടെയെങ്കിലും മൂലൊക്കെ നമ്മുടെ ഗവൺമെന്റ് കുറച്ച് പശുക്കളെ സംരക്ഷിക്കാൻ വെച്ചു, അതിലത്ത് ഒരു പശു ചത്തുന്ന് വിചാരിക്കുക, എന്തായിരിക്കും നമ്മുടെ അധികാരം പോകാൻ? അതൊക്കെ മതി. പക്ഷെ അവിടെ ഒരാളും പ്രതികരിക്കില്ല. ഭയമാണ്, പേടിയാണ്. ഒരാളും പ്രതികരിക്കില്ല. ചാണകം തീനികൾ ഇങ്ങനെ നടക്കും. നോക്കൂ, ഒരു മനുഷ്യൻ ആ ഒരു വേസ്റ്റിൽ നിന്ന് എന്തോ എടുക്കുന്നവരെല്ലാണ്. ഇതിനു മുമ്പ് മരിച്ചുപോയ പശുക്കളുടെയൊക്കെ ശവം അവിടെ കിടന്ന് നാറുന്നുണ്ട്. മൂക്കടച്ചു പിടിച്ചിട്ടാണ് അവിടെ ആ മനുഷ്യന്മാർ നിൽക്കുന്നത്. ഒരാൾ ഉറക്കെ എന്തൊക്കെയോ അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഇതാണ് റിയാലിറ്റി എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ വർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്നതാണ്. ഏറ്റവും നമ്മളെ നാണം കെടുത്തൊരു പുതിയ സംഭവം കൂടി ഉണ്ടായി. അത് ഗൽഗട്ടിയ എന്ന് പറയുന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന്, മോദിയിൽ നിന്ന് ഏറ്റവും നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയ ഒരു അവാർഡൊക്കെ കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റി ഒരു ലോകത്തെ എല്ലാ സ്ഥലത്തു നിന്നും പങ്കെടുക്കുന്ന AI സമ്മിറ്റിന് ഒരു ഡ്രോൺ കൊണ്ടുവന്നു. ആ ഡ്രോൺ ഞാൻ കാണിച്ചു തരാം. ആ ഡ്രോണായി കാണാം. അവർ കൊണ്ടുവന്ന ഡ്രോണാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, തെർമോക്കോൾ കൊണ്ടുണ്ടാക്കി നമ്മുടെ സ്കൂൾ കുട്ടികൾ, 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ വരുന്ന സ്കൂൾ കുട്ടികൾ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഡ്രോൺ ഉണ്ടാക്കും. ഇവർ തെർമോക്കോൾ കൊണ്ട് ഡ്രോൺ ഉണ്ടാക്കിയിട്ട് ലോകത്തെ എല്ലായിടത്തുനിന്നും AI സമ്മിറ്റിന് കൊണ്ടുവരുന്ന പ്രൊജക്റ്റുകൾക്കിടയിൽ തെർമോക്കോൾ കൊണ്ട് നിർമ്മിച്ച കളിപ്പാട്ടം പ്രദർശിപ്പിച്ചിരിക്കുക, നാണക്കേടുണ്ടാക്കിയ. കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ തെർമോക്കോൾ ഉണ്ടാക്കിയ സംഗതി അവരെന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് അവരെ കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കുന്നത്. ഇവർ രാവിലെ വേറെ സാധനം, നിങ്ങളൊരു ഡോഗിനെ കണ്ടിരിക്കും അല്ലേ? നമ്മൾ AI കൊണ്ടും മറ്റൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഡോഗുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഡോഗിനിപ്പോൾ സൈഡിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ആ ഡോഗിന് അവരുണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് ചൈനയിൽ നിന്ന് വാങ്ങിച്ച ഒരു 3-4 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടും. ചൈനയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഡോഗിനെ കൊണ്ടുവന്നിട്ട് അത് ഞങ്ങൾ ഉണ്ടാക്കിയതാന്നിട്ട് ഇവന്മാർ പ്രദർശിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, നാണം കിട്ടൂ, നാണക്കേടിൻ്റെ അങ്ങേതല. അവസാനം ആ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാള് മതിയാക്കി പോയിക്കോളാൻ പറഞ്ഞു. ഇന്ത്യ നാണം കെടുത്തല്ലേ, നിങ്ങൾ സ്റ്റാള് മതിയാക്കി പോന്ന് പറഞ്ഞു. അവർ പോണില്ല. അവസാനം ആ ഭാഗത്തേക്കുള്ള കറണ്ട് കട്ട് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും ഇവര് ചെയ്തത് ഞങ്ങൾ ലഞ്ച് കഴിച്ച് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട് ഇറങ്ങി പോവുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ AI സമ്മിറ്റുകളിൽ ഒന്നാണ് ഈ നടക്കുന്നത് ഓർക്കണം. ലോകം മുഴുവൻ മൊത്തം കാണുകയാണ്. അവിടെയാണ് നമ്മളെ റെപ്യൂട്ടേഷൻ, ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ നാണം കെടുത്തുന്ന വിധത്തിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുടെയും മറ്റൊക്കെ കോമാളിക്കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നാണക്കേട് ആലോചിച്ചൊക്കെ. നമ്മൾ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴേക്ക് നമ്മളെ നാണം കെടുത്തി പണ്ടാറടക്കുന്ന രീതിയിലേക്ക് UP-യിലും മറ്റും സംഘികള്, ബോധമില്ലാത്തവന്മാർ ഓരോ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിക്കുള്ള അവാർഡൊക്കെ കൊടുത്തതെന്നുള്ളതാണ്. എന്ത് കണ്ടിട്ടാ കൊടുത്തതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് എന്താഴ്ചയാണ്? ഇന്ന് വ്യാഴാഴ്ചയാണ്. നാളെയാണ് ഞങ്ങളൊക്കെ വിശ്വാസപ്രകാരം നല്ല ബീഫ് കിട്ടുക. എന്നപ്പോൾ നാളെ വെള്ളിയാഴ്ച നല്ല ബീഫൊക്കെ വാങ്ങിച്ചിട്ട് പൊറോട്ടം കൂട്ടി തിന്നോളാം കേട്ടോ. ബൈ.